Hello guys, welcome back to our channel. This is Sanjay from the Twins channel. So today, ഇന്ന് ഓ റോമിയോ ട്രെയിലറും ടീസർ ഒന്നും അല്ല, മൂവി റിവ്യൂ ആണ്. ഓക്കെ, രാവിലെ പടം കണ്ടു. ഷാഹിദ് കപൂറിന്റെ പടം. എന്ത് കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് എനിക്കൊരു പിടിയില്ല. കാരണം ബോളിവുഡിന് ഒരു മാറ്റവും ഇല്ലെന്നുള്ളതാണ്. കാരണം ഷാഹിദ് കപൂർ ഒരു ഔട്ട്ലൈൻ വരുന്നത് ഷാഹിദ് കപൂർ ഒരു ഡോൺ. ഓക്കെ, ഷാഹിദ് കപൂർ ഒരു ഡോൺ അല്ല, ഒരു ഹിറ്റ്മാൻ ആണ്. ഞാൻ ഇനി പറഞ്ഞ ഈ ഫൈറ്റ് സീക്വൻസിനകത്ത് അവർ ഒരു ബിൽഡിങ്ങിനകത്തോട്ട് കയറി പോയിട്ട് ഒരു 1000 പേരുണ്ടാവും അതിനകത്ത്. എല്ലാവരുടെ കയ്യിലും മറ്റേ സെമി ഓട്ടോമാറ്റിക് റൈഫിൾ ഉണ്ടല്ലോ, ഏതാണ് മറ്റേ ഇതൊന്നുമല്ല, ഒരു ചെറിയ ഉസി പോലത്തെയൊക്കെ റൈഫിൾ ഇതുണ്ടല്ലോ, ഗണ്ണ് വെച്ചിട്ട് ഇവന്മാരിങ്ങനെ ചറപറാന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആശാന് ഈ ഫൈറ്റിന് പോകുന്നതിന് മുമ്പ് ആശാൻ പറയും, ഞാനൊരു ഷാഹിദ് കപൂറിൻ്റെ ആശാൻ പറയും, ഞാൻ ഒരു ഗണ്ണ് തരാം, ആ ഗണ്ണും കൊണ്ട് നീ പോയിട്ട് നീ എന്തോന്ന് വെച്ചാൽ കാണിക്ക് എന്ന് പറയും. അപ്പോൾ പുള്ളി പറയും, എനിക്ക് ഈ ഗണ്ണും ഇതൊന്നും എനിക്ക് വേണ്ട, ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ഇവന്മാരെ അടിച്ച് ഇത് ചെയ്തോളാം എന്ന് പറയും. എന്നിട്ട് പുള്ളി അവിടെ ഈ നമ്മൾ ഷേവ് ചെയ്യുമ്പോഴത്തേക്ക് യൂസ് ചെയ്യുന്ന റേസർ ടൈപ്പ് പഴയ മറ്റേ നമ്മുടെ ഇതിലൊക്കെ സാഗർലേസ് ജാക്കിലൊക്കെ വിനായകൻ ഉപയോഗിക്കുന്ന ടൈപ്പ് സാധനം ഉണ്ടല്ലോ, മറ്റേ ബട്ടർഫ്ലൈ നൈഫ് എന്ന് പറയുന്ന പോലത്തെ സാധനം, കയ്യിലിട്ട് കറക്കാൻ പറ്റുന്ന ഈ സാധനം എടുത്തുകൊണ്ട് ഈ 100 പേരുടെ ഇടയിലോട്ട്, ഈ ഗണ്ണും വെച്ചുകൊണ്ട് നിൽക്കുന്ന ഈ 100 പേരുടെ ഇടയിലോട്ട് ആശാൻ അങ്ങ് പോവുകയാണ്. എന്നിട്ട് ഈ ചറപറാന്ന് അടിയും ബഹളവും, പിന്നെ ഇതിനകത്ത് ഇവർ ഇങ്ങനെ വെടിവെക്കുന്നുണ്ട്. പിന്നെ സ്വാഭാവികം ആശാന് ആ വെടിയൊന്നും കൊള്ളുന്നില്ല. ആശാൻ അതെല്ലാം എന്താണ് ഡോഡ്ജ് ചെയ്ത് നേരെ പോയി അവിടെ നിൽക്കുന്ന ആ ടൈമിലെ വില്ലൻ ആരാണോ അയാളെ കൊല്ലുന്നു. ഇതാണ് ഇപ്പോഴും ബോളിവുഡിൻ്റെ ആ ഒരു പോക്കെന്ന് പറയുന്നത്. ഈ ഒരു രീതിക്ക് തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ്. ഇവരെങ്ങനെയാണ് ഇതേ സ്കീമിൽ തന്നെ ഇങ്ങനെ ചെയ്തു വെക്കുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ പോട്ടെ, ഓക്കെ, അവരൊരു ആക്ഷൻ ത്രില്ലറായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. ഇതല്ല, ഇത് വാലന്റൈൻസ് ഡേ റിലീസായിട്ടാണ് ഇറക്കി വെച്ചിരിക്കുന്നത്. വാലന്റൈൻസ് ഡേയിൽ ഇതിനകത്ത് പിന്നെ നടിയായിട്ട് വരുന്നത് തൃപ്തി ദിമ്രി എന്ന് പറഞ്ഞ നമ്മുടെ അനിമൽ സിനിമയിലേക്ക് സെക്കൻഡ് ഹീറോയിനായിട്ട് വരത്തില്ലേ, പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരിയുടെ ആക്ടിങ് ഒരു രക്ഷയില്ല. അതായത് ഇതിനകത്ത് ഈ പടത്തിനകത്ത് ആകെ കൊള്ളാമെന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരുടെ ആക്ടിങ് ആണ്. ഒരു രക്ഷയില്ല, കിടിലം. കാരണം ഈ എന്താണ് ഈ ദീപിക പതുക്കോൺ വരുന്ന ആ ഒരു ലെവലിലോട്ടൊക്കെ ഇനി ഉറപ്പായിട്ടും ബോളിവുഡിൽ ഒരു വലിയൊരു പ്രസൻസ് ആയിട്ട് ഈ പറയുന്ന നടി ഉണ്ടാവും. ബിക്കോസ് ആബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. കാരണം ഈ ഫേസ് ഭംഗിയുള്ളത് കൊണ്ട് മാത്രം നമുക്ക് ഈ എക്സ്പ്രഷൻസും കാര്യങ്ങളും എല്ലാം ഈ ബലിപ്പിക്കാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, അതിനകത്ത് ദിശ പട്ടാനിയെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് ലൈക്ക് ഈ MS ധോണിയൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ഒരു അത്യാവശ്യം നല്ല ഫേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആള് പിന്നെ ഈ ലിപ് ഫില്ലർ, പിന്നെ ഈ ബോട്ടോക്സ് പരിപാടികളെല്ലാം അറിയാമല്ലോ, ഈ പ്ലാസ്റ്റിക് സർജറി പരിപാടികളെല്ലാം ചെയ്ത് മുഖത്തിൽ ഒരു എക്സ്പ്രഷനില്ല. ഈ സിനിമയ്ക്കകത്തുണ്ട്. അത് പിന്നെ ഇപ്പം സ്ഥിരം ഒരു ഐറ്റം സോങ് മെറ്റീരിയൽ ആയതുകൊണ്ട് ഇപ്പോൾ ആ ഐറ്റം സോങ് 2 ഐറ്റം സോങ് എങ്ങാണ്ടോ ഇതിനകത്തുണ്ട്. ഈ 2 ഐറ്റം സോങ് കളിച്ചിട്ട് പുള്ളിക്കാരി ഒരു ചെറിയൊരു സീക്വൻസിനകത്ത് വരുന്നുണ്ട്. പക്ഷെ ആ സീക്വൻസിൽ പോലും ഇങ്ങനെ ഡെഡ് ഫേസ് ആണ്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഇത് സൈഡ് ക്യാരക്ടർ ആണെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേ, എന്തെങ്കിലും ഒരു ചെറിയ എക്സ്പ്രഷൻ. കാരണം പുള്ളി വന്ന് ഭയങ്കര ഷാഹിദ് കപൂർ വന്ന് ഭയങ്കര എക്സെൻട്രിക് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു ടൈമുണ്ട്. ആ ടൈമിലാണ് ഈ പുള്ളിക്കാരി സൈഡ് ക്യാരക്ടറായിട്ട് കൂടെ നിൽക്കുന്നത്. അപ്പോൾ പോലും ഒരു എക്സ്പ്രഷൻ ഇടാൻ പുള്ളിക്കാരി കൊണ്ട് പറ്റുന്നില്ല. കാരണം ഡെഡ് ഫേസ്, ഇങ്ങനെ തല മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നുണ്ട്, വേറെ ഒരു എക്സ്പ്രഷനും ഇല്ല. പിന്നെ കംപ്ലീറ്റ്ലി നമുക്കറിയാം, കാരണം മുഖം അങ്ങോട്ട് ചുളുങ്ങുന്നില്ല. എന്നിട്ട് എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ വരണ്ടേ, അതില്ല. അങ്ങനെ കുറേ പരിപാടികൾ ഇതിനകത്തുണ്ട്. പിന്നെ ഓവറോൾ പടം എന്ന് പറയുന്നത് ബോളിവുഡ് കത്തിപ്പടം. വേറെ സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ഇതെല്ലാണെങ്കിലും എല്ലാം സെയിം, എല്ലാത്തിലും. പിന്നെ ഒരു കൗബോയ് ലുക്കൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ആശാൻ ഒരു ഷിപ്പിലെങ്ങാണ്ടാണ് താമസിക്കുന്നത്. പിന്നെ ആ ഒരു അമ്മൂമ്മയെ കാണിക്കുന്നുണ്ട്. ഒരു ലൈക്ക് ക്യാരക്ടേഴ്സുമായിട്ട് ഒരു ലിങ്കിങ് ഇല്ല. ഒരു ഇമോഷണൽ എന്താണ്, നമുക്ക് ആ ഒരു ക്യാരക്ടേഴ്സിനോട് ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് തോന്നുകയോ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. റാൻഡമായിട്ട് എവിടെ നിന്നൊക്കെയോ കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് അതങ്ങ് ചെയ്തേക്കണം. പിന്നെ ഇതിനകത്ത് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ട്, അല്ലെങ്കിൽ കുറച്ച് നന്നായിട്ട് അവർ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു റൊമാൻറ്റിക് സീക്വൻസ് കുറച്ചുണ്ട്. ആ ഒരു സീക്വൻസ് മാത്രം അത്യാവശ്യം നന്നായിട്ട് അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അത് ഓക്കെ, ആ ഒരു പാർട്ട് മാത്രം. പിന്നെ അത് ആ ഒരു പാർട്ട് മാത്രം വെച്ചൊരു സിനിമയാക്കി ഇറക്കിയിരുന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നേനെ. പിന്നെ ഈ ഇവിടുന്ന് നടൻ എത്ര വെടിയുണ്ടാലും ചാവുന്നില്ല. പിന്നെ രണ്ടാമത്തെ തവണയും നടൻ മരിക്കുന്നു. പിന്നെ നടി നടനെ വിട്ട് പോകുന്നു. നമ്മുടെ ഈ ഹൃത്തിക് റോഷൻ്റെ ഒക്കെ പടത്തിൻ്റെ ഒക്കെ പരിപാടികളുണ്ടല്ലോ. ബട്ട് ദ ഓൺലി തിങ് ദാറ്റ് ഐ ലൈക്ക് ഇൻ ദിസ് മൂവി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്, എനിക്ക് പുള്ളിക്കാരൻ നടിയുടെ ആക്ടിങ് അതൊരു രക്ഷയില്ല. കാരണം അതിനകത്ത് ഷാഹിദ് കപൂർ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഷാഹിദ് കപൂർ എന്ന് വെച്ചാൽ നമ്മുടെ ദിലീപിൻ്റെ ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു മാനറിസം വിട്ട് പുള്ളിക്ക് പുറത്തോട്ട് വരാൻ പറ്റുന്നില്ല ചില സീക്വൻസ് എല്ലാം. കാരണം പുള്ളിയുടെ ഇതിനകത്ത് ഈ ഈ അർജുൻ റെഡ്ഡി, ആ മൂവിയുടെ പേരെന്തായിരുന്നു, അതിൻ്റെ ഹിന്ദി റീമേക്ക് ഉണ്ടല്ലോ, അതിനകത്ത് കബീർ സിംഗിനകത്ത് വന്നതിന് ശേഷം പുള്ളി എന്ത് ചെയ്തിരുന്നാലും എനിക്ക് അതുപോലെയാണ് തോന്നുന്നത്.
കാരണം ആ ഒരു അതേ മാനറിസം, ഈ റഫ് ആൻഡ് ടഫ്, പിന്നെ മിണ്ടിയലടിക്കുക, പിന്നെ ഈ ഒരു പരിപാടി തന്നെ ഇതിനകത്ത് സെയിം ഇത് തന്നെ. ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനും വേറൊരു ക്യാരക്ടർ പുള്ളി ചെയ്ത് എനിക്ക് അങ്ങോട്ട് ഇതാവുന്നില്ല. എല്ലാത്തിലും ഈ അഗ്രസീവ് ക്യാരക്ടർ, മറ്റേ ആ ഒരു പരിപാടി മാത്രമേ പുള്ളി ചെയ്യുന്നുള്ളൂ. വേറൊരു ആസ് ആൻ ആക്ടർ നമ്മൾ ഇവോൾവ് ചെയ്യണമല്ലോ. നടി അതായത് കൊണ്ട് ഇപ്പം രാഷ്മിക മന്ദനം അല്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ ഇറങ്ങിപ്പോയി. പക്ഷേ ഇത് പുള്ളിക്കാരി ആയതുകൊണ്ട് പുള്ളിക്കാരി അത്യാവശ്യം അതിനകത്ത് നല്ല മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്, നല്ല അത്യാവശ്യം അഭിനയിച്ച് ഒലിപ്പിച്ചിട്ടുണ്ട്. ബാക്കി മൂവി വൈസ്, സ്റ്റോറി വൈസ് പ്രത്യേകിച്ച് പറയാനൊന്നും അങ്ങനെയൊന്നും ഒന്നുമില്ല. എല്ലാം റാൻഡമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നു. പിന്നെ ആസ് എ വാലന്റൈൻസ് ഡേക്ക് വൺ ടൈം വാച്ച് എന്നുള്ള രീതിയിൽ ചുമ്മാ ചെന്നിരുന്ന് കാണാം. കഥയും കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ചൊന്നും പോയത്. റൊമാൻറ്റിക് സീക്വൻസ് പ്രതീക്ഷിച്ചില്ല. ചില സീക്വൻസ് ഒക്കെ ഭയങ്കര വയലൻസ് ആണ്. അതായത് ഈ ഇങ്ങനെ ടോർച്ചറും മറ്റേ ഫുള്ള് ബ്ലേഡിൻ്റെ കളിയാണ്. അറിയാലോ, ഈ റീസറിൻ്റെ ആശാൻ കണ്ണുപയോഗിക്കുന്ന കുറവാണ്, ഫുള്ള് ബ്ലേഡിൻ്റെ കളി. എന്ത് പറഞ്ഞാലും ബ്ലേഡ് എടുക്കുക. 50 പേര് വീഡിയോ വെച്ചിരുന്നാൽ അതിനിടയിൽ ബ്ലേഡും കൊണ്ട് ചെന്ന് ഇങ്ങനെ വെടിവെക്കണതിന് കത്തി എടുത്തെറിയും. പിന്നെ അത് വീണ്ടും അടുത്തതിനെ കത്തിയെടുക്കും. ഓടം തന്നെ ഇവിടെ നിന്ന് ഇത്രയും ദൂരമായിരിക്കും നിൽക്കുന്നത്. അതിനുള്ളിൽ ഓടിച്ചെന്ന് അവൻ്റെ ബാക്കിൽ കത്തിയും വെച്ചുകൊണ്ടിരിക്കും. അതിനെന്ത് പറയാൻ, കണ്ടുകൊണ്ടിരിക്കാന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ അത്രയ്ക്ക് തന്നെ ഗൈസ്. വേറെ കൂടുതലായിട്ട് മൂവിയിൽ അങ്ങനെ എടുത്തു പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഐ വിൽ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. അടുത്ത മൂവി കണ്ടതിന് ശേഷം അടുത്ത റിവ്യൂ ആയിട്ട് ഞാൻ പറഞ്ഞു തരും. ഓക്കെ, ഐ വിൽ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. ബൈ.